രാഹുൽ മാങ്കൂട്ടത്തിലുടെ രണ്ടാം പീഡന പരാതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ 10-ാം തീയതി കോടതി വിധി പറയും. അതുവരെ കടുത്ത നടപടികൾ പാടില്ല എന്ന് പോലീസിന് കോടതിയുടെ നിർദ്ദേശം. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, അതായത് രാഹുലിന് വീണ്ടും സമയം നീട്ടിക്കിട്ടുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു നീട്ടിവെക്കൽ ഉണ്ടാകുന്നത്? അക്ഷയ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിലാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നത്. അതിലിന്ന് ജില്ലാ സെഷൻസ് കോടതി, തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വിശദമായ വാദം കേട്ടു. നേരത്തെ ഇതൊരു ഇമെയിൽ പരാതിയായിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ മുൻകൂർ ജാമ്യാപേക്ഷ വന്നപ്പോൾ അത് മാറ്റിവെക്കേണ്ടി വന്നത്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കേസ് അന്വേഷിക്കുന്ന SP ജി പൂങ്കുഴലി ഈ യുവതിയുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തി. ആ മൊഴിയും ഒപ്പം തന്നെ പോലീസ് റിപ്പോർട്ട് സഹിതമാണെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി പരിശോധിച്ചത്. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ച വാദം അതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർത്തു. ഈ കേസ് എന്ന് പറയുന്നത് ക്ലിയർ കേസാണ്. ഇതിൽ ക്രൂരമായ ബലാത്സംഗം നടന്നിരിക്കുന്നു. മാത്രമല്ല, പെൺകുട്ടിയുടെ മൊഴിയിൽ താൻ കേണപേക്ഷിച്ചിട്ടും തനിക്കെതിരെ ശാരീരികമായ ഉപദ്രവം ഉണ്ടായി, മാത്രമല്ല ശാരീരികമായി പരിക്കേൽപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്നുള്ളത് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചില പരാമർശങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ടാണ്, ഒരു പക്ഷേ കേട്ടാലറക്കുന്ന പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ അത് അവതരിപ്പിച്ചത്. ഏതായാലും ഈ കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉത്തരവ് പറയുന്നത് 10-ാം തീയതി പറയാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഹർജി 10-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നോ അറസ്റ്റ് വേണം അതുവരെ എന്നുള്ളതായിരുന്നു രാഹുലിൻ്റെ അഭിഭാഷകന്റെ വാദം. പക്ഷേ നോ അറസ്റ്റ് എന്ന് കോടതി പറഞ്ഞില്ലെങ്കിലും നിർബന്ധിതമായ നിയമ നടപടികൾ ഈ ഉത്തരവ് വരുന്നതുവരെ പാടില്ല എന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാങ്കേതികമായി അറസ്റ്റ് ചെയ്യരുതെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപക്ഷെ അതിൻ്റെ ബലത്തിൽ ഈ 2 ദിവസത്തേക്ക് ഒളിവ് ജീവിതം അവസാനിപ്പിക്കാം. ഒരുപക്ഷെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്ന സ്ഥിതി ഉണ്ടായാൽ വീണ്ടും അറസ്റ്റ് ഭീഷണി നിലനിൽക്കും. കാരണം മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഈ സ്വാഭാവികമായിട്ടും രാഹുലിന്, അതായത് ഞാൻ അതാണ് ആദ്യം ചോദിച്ചത്, ദിവസങ്ങൾ നീട്ടിക്കെട്ടുകയാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനൊരു തിടുക്കപ്പെട്ടുള്ള നടപടികൾ, നിർബന്ധിത നടപടികൾ വേണ്ട എന്ന് കോടതി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം അനന്തൻ, ഈ കേസിലും അതിക്രൂരമായ രീതിയിലുള്ള ബലാത്സംഗം ഉൾപ്പെടെ അതിക്രൂരമായിട്ടുള്ള ചെയ്തികളാണ് ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം ആ പരാതിയിൽ ഒരു ഇൻസിഡന്റിനെ കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല, ആ സമയത്ത് അതിജീവിതയ്ക്ക് 21 വയസ്സ് മാത്രമാണ് പ്രായം. വെക്കേഷൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തെ കുറച്ച് ദൂരെയുള്ള ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി തൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം ശാരീരികമായി വളരെ അവശതയിലെത്തിയപ്പോൾ സുഹൃത്ത് കാറിൽ മറ്റൊരു സ്ഥലത്ത് ഇറക്കി വിട്ടു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അത് വിവാഹ വാഗ്ദാനം നൽകി ഒക്കെ ആയിരുന്നു പീഡനം. പക്ഷേ വിവാഹം വാഗ്ദാനത്തിൽ നിന്ന് പിന്നീട് പിന്മാറുകയും ചെയ്തു എന്നുള്ളതാണ്. പെരുമാറ്റം രൂക്ഷമായി എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഒരു കുറച്ചുകൂടി ഹീനമായ ഒരു കുറ്റകൃത്യം അതിലുണ്ട്. അതിലിപ്പോൾ നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ്. അതിൽ ബലാത്സംഗ കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് അതിലെ പ്രതി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് ഫെനിനൈനാൻ്റെ പരാമർശം ആ പരാതിയിലും മൊഴിയിലുമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അയാളെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കും. അതിനൊപ്പം തന്നെ കൂടുതൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം ആ പരാതിയിലുണ്ട്, മൊഴിയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പുകൾ IPC വകുപ്പുകളാണ്. കാരണം ഇത് 2023 മറ്റോ ആണ് ഈ പരാതിക്ക് ആധാരമായ സംഭവം നടന്നത്. അപ്പോൾ അന്നത്തെ നിയമപ്രകാരമാണ് കേസെടുക്കുക. അപ്പോൾ ആ കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും SIT ഇതിനുവേണ്ടി പ്രത്യേക ഒരു SIT രൂപീകരിച്ചിരുന്നു ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ. അവരാണ് ഇതിൻ്റെ അന്വേഷണം നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ ക്രൈം നടന്ന സ്പോട്ട് പരിശോധിച്ച് അതുപോലെ തന്നെ ഈ യുവതിയുടെ വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കും. അവരുടെ 164 രഹസ്യമൊഴി രേഖപ്പെടുത്തും. അങ്ങനെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ പോകും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ല. രാഹുലിന് ഈ രണ്ടാമത്തെ പീഡന പരാതിയിലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ഉണ്ടാവുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ 10-ാം തീയതിയാണ് കോടതി വിധി പറയുക. അതുവരെ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് അനന്തകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തത്.